ഷലോം സഹോദരങ്ങളെ, ഷബാത്ത് ഷലോം. ഇന്ന് ഷബാത്താണ്. വെള്ളിയാഴ്ച സൂര്യാസ്തമയം മുതൽ ശനിയാഴ്ച സൂര്യാസ്തമയം വരെയാണ് ഷബാത്ത്. ഷബാത്ത് ആചരിക്കണം എന്നത് നമ്മുടെ 4ാം കൽപ്പനയാണ് എന്ന് ഓർമ്മിച്ചു കൊള്ളട്ടെ. ഷബാത്തിൻ്റെ മലയാളം ശനിയാഴ്ച എന്നാണ്. അപ്പോൾ ശനിയാഴ്ച ആചരിക്കണം എന്നത് 4ാം കൽപ്പനയാണ് ക്രിസ്ത്യാനിക്ക്. പക്ഷേ ക്രിസ്ത്യാനിയുടെ തന്ത സൂര്യദേവനായതുകൊണ്ട് ഈ കള്ളക്രിസ്ത്യാനി സൺഡേ ആചരിക്കുന്നു. അതേസമയം ഞങ്ങളുടെ അപ്പൻ മാറിയിട്ടില്ല. അന്നും ഇന്നും എന്നും ഒരേ തന്തയ്ക്ക് പിറന്നവരായതുകൊണ്ട് ഞങ്ങൾ ശനിയാഴ്ച ആചരിക്കുന്നു. അതിനാൽ ഒറ്റ തന്തയുടെ മക്കളായ എൻ്റെ സഹോദരർക്ക് ഷബാത്ത് ഷലോം. ഞങ്ങളുടെ തന്തയ്ക്ക് വിളിച്ചു എന്ന് ഒറ്റ ക്രിസ്ത്യാനിയും അതും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരണ്ട. പുതിയ അപ്പനെ കിട്ടിയപ്പോൾ, അതായത് സൂര്യനെ കിട്ടിയപ്പോൾ, സാത്താനെ കിട്ടിയപ്പോൾ സ്വന്തം അപ്പനെ മറന്ന നിങ്ങളെ തന്തയില്ലാത്തവരെ എന്നാണ് വിളിക്കേണ്ടത്. ഇനി ഞാൻ വിഷയത്തിലോട്ട് വരാം. യിരെമ്യാവ് 6:16. നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പിൻ, എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രമം ലഭിക്കും. ഇതാണ് യിരെമ്യാവ് 6:16 പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നല്ല വഴി ഏതാണ്? പഴയ പാതകളെ പിന്തുടരുന്നതാണ് എന്നാണ് ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? അപ്പോൾ നല്ല വഴി പഴയ പാതകളെ പിന്തുടരുന്നത്, അതായത് തോറയിലേക്ക് മടങ്ങണമെന്ന് ചുരുക്കം. പുതിയ നിയമം തന്നെന്ന് കരുതി പഴയ നിയമത്തെ മറക്കുന്ന ക്രിസ്ത്യാനിയെ, ആക്ച്വലി പഴയ നിയമം തന്നെയാണ് പുതിയ നിയമം, എന്താണ് സത്യം. പക്ഷേ അത് മനസ്സിലാക്കണമെങ്കിൽ പരിജ്ഞാനം വേണം, ദൈവപരിജ്ഞാനം വേണം, പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. ഇനി എന്താ ആ വചനത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞത്? പഴയ പാതയിൽ നടക്കുന്നത് എന്താണ്? നല്ലതാണ്. പിന്നെ ആ നടക്കുന്നവന് വിശ്രമം ലഭിക്കുമെന്ന്, അല്ലേ? ക്രിസ്ത്യാനി പുതിയ നിയമത്തിൽ പറയുകയാണ്, പുതിയ നിയമത്തിൽ നിത്യരാജ്യത്തിൽ നിങ്ങൾക്കൊരു ശബാത്ത് വിശ്രമം ലഭിക്കാനിരിക്കുന്നു എന്ന് പുതിയ നിയമത്തിൽ ഹെബ്രായർക്കെതിരെ ലേഖനം 4:9 പറയുകയാണ്. ആകയാൽ ദൈവത്തിൻ്റെ ജനത്ത് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. അപ്പോൾ ഈ 2 വചനം കൂടെ കൂട്ടി വായിച്ചാൽ എന്താണ് അതിൻ്റെ കൺക്ലൂഷൻ? പഴയ പാതകൾ അത് നല്ല വഴിയാണ്, അത് നിത്യരാജ്യത്തിലേക്കുള്ള വഴിയാണ്. എങ്കിലേ നിൻ്റെ മനസ്സിന് സ്വസ്ഥത കിട്ടൂ, അല്ലേ? ഇതാണ് ഈ 2 വചനത്തിൻ്റെയും കൂടെ ചേർത്ത് വെച്ചാൽ നമുക്ക് കിട്ടുന്ന പാഠം. കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലേ, സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും ഇടുങ്ങിയതുമാണ്, അതിലൂടെ കടക്കുന്നവരോ ചുരുക്കമെന്ന്. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? എന്താ? പഴയ പാത പിന്തുടരുന്നവർ വളരെ കുറച്ചല്ലേ ഉണ്ടാവുകയുള്ളൂ. അതുമാത്രമല്ല, അവർക്കാണ് ഞെരുക്കമുള്ളതും ഇടുക്കമുള്ളതുമെന്ന്. അതിനാൽ ശബാത്ത് ദൈവത്തിൻ്റെ അടയാളമായി കരുതിയവരെ, നിങ്ങൾ നിസ്സാരക്കാരല്ല. ആ ഇടുങ്ങിയ ഞെരുക്കവുമുള്ള വഴിയിലൂടെ പോകുന്ന ചെറിയ ആട്ടിൻകൂട്ടമാണ് നിങ്ങൾ. പഴയ പാതയിലേക്ക് തിരിഞ്ഞ് പഴയ പാതയിലൂടെ സഞ്ചരിച്ച് സ്വർഗരാജ്യത്തിന് വേണ്ടി ഉദ്യമിക്കുന്ന നിങ്ങൾ, ജീവനുള്ള യഥാർത്ഥ ഇസ്രായേലിൻ്റെ ദൈവമാണ് ഞങ്ങളുടെ ദൈവമെന്ന് ഏറ്റുപറയുകയാണ് ഈ ശബാത്ത് ആചരിക്കുമ്പോൾ ചെയ്യുന്നത്. ശബാത്ത് ആചരിക്കുന്ന എൻ്റെ സഹോദരരോട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നു, യോഹന്നാൻ 1:13, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെയും ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ശബാത്ത് ആചരിക്കുന്ന നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ജനിച്ചത് വെറും രക്തത്തിൽ നിന്നോ ജഡത്തിൻ്റെ ഇഷ്ടത്താലിൽ നിന്നോ പുരുഷൻ്റെ അഭിലാഷത്തിൽ നിന്നോ ഒന്നും ഉണ്ടായതല്ല. നിങ്ങൾ ജനിച്ചത് ദൈവത്തിൽ നിന്നത്രേ. ഇതിലും വലുത് എന്ത് വേണം?
അതിനാൽ ശബാത്ത് എന്ന നിത്യ ഉടമ്പടിയായി കൊണ്ടു നടക്കുന്ന ദൈവമക്കൾക്ക് അഭിമാനിക്കാം. എന്ത് പറഞ്ഞ്? നിങ്ങൾ ഒറ്റ തന്തയ്ക്ക് പിറന്നവരാണ് എന്ന് പറഞ്ഞ്, നിങ്ങളുടെ ദൈവം ഏക ദൈവമാണ്, സത്യദൈവമാണ് എന്ന് പറഞ്ഞ്, ചെറിയ ആട്ടിൻകൂട്ടമേ എന്ന് ദൈവം നിങ്ങളെ വിളിച്ചില്ലേ? അതിൻ്റെ അർത്ഥം നിങ്ങളുടെ കൂട്ടം ചെറുതായിരിക്കും. ഈ ചെറിയ ആട്ടിൻകൂട്ടമേ, നിങ്ങൾ അഭിമാനിക്കൂ, യഥാർത്ഥ ദൈവമാണ് നിങ്ങളുടെ അപ്പൻ. അപ്പോൾ മറ്റുള്ളവരോ? നരകത്തിലേക്കുള്ള വഴി വിശാലമേറിയതാണെന്ന വചനത്തിൽ പറഞ്ഞത് അല്ലേ? അപ്പോൾ വിശാലമായ വഴിയിലൂടെ നരകത്തിലേക്ക് പോകുന്നത് ആരാണ്? ഈ ലോകത്തിൻ്റെ മക്കൾ. ഈ ലോകത്തിൻ്റെ മക്കൾ ഒന്നടങ്കം നരകത്തിലേക്ക് പോകുമെന്ന് അവിടെ സ്പഷ്ടമാണ്. അതുകൊണ്ട് ലോകത്തിൻ്റെ മക്കൾ ലോകത്തിൻ്റെ ഫീസ്റ്റുകൾ അവരുടെ കള്ള പുരോഹിതന്മാർ പറഞ്ഞതനുസരിച്ച്, പറ്റിച്ചതനുസരിച്ച് ആചരിക്കും. എത്ര പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലാകില്ല. പഴയ പാത മറന്ന് അവർ പറയുകയാണ്, പുതിയ ഒരു പാത ഞങ്ങൾക്കായി തുറന്നു, ഇനി ഞങ്ങളാണ് ദൈവമക്കള്, യഹൂദനെ ദൈവം തള്ളിക്കളഞ്ഞു. ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനി. അപ്പോൾ പുതിയ പാതയിലെ മക്കളെ എന്ന് ഞാൻ ക്രിസ്ത്യാനിയെ വിളിക്കാം. നിങ്ങൾ പുതിയ പാതയിലെ മക്കളാണല്ലോ. പക്ഷേ ചെറിയൊരു കാര്യം അവിടെ അട്ടിമറി സംഭവിച്ചു. അത് നിങ്ങൾക്കറിയോ? അതായത് നിങ്ങൾ പുതിയ പാതയിലൂടെ നടന്നപ്പോൾ ചെറുതായിട്ട് നിങ്ങളുടെ ദൈവം ഒന്ന് മാറിപ്പോയി, തന്ത മാറിപ്പോയിന്ന്. നിങ്ങളതറിഞ്ഞോ? ആരാ അപ്പോൾ നിങ്ങളുടെ തന്ത? നിങ്ങളുടെ ദൈവം ഈ ലോകത്തിൻ്റെ അധികാരി സാത്താൻ. നിങ്ങളുടെ ദൈവം മാറിപ്പോയി, സാത്താനായി എന്ന് നിങ്ങൾ അറിഞ്ഞില്ല. ഒരു പുരോഹിതൻ ഒരു ദിവസം എന്നെ ഉപദേശിക്കാനായിട്ട് വിളിച്ചായിരുന്നു. അപ്പം അന്ന് എന്നോട് പറഞ്ഞത്, നീ പഴയ നിയമം കുറേ കാര്യങ്ങൾ പറഞ്ഞ് വാദിച്ചപ്പോൾ പഴയ നിയമമായിരുന്നു, അപ്പോൾ അതുകൊണ്ട് പുരോഹിതന് വലിയ പരിചയമില്ല, പിടിച്ച് നിൽക്കാൻ പറ്റാണ്ടായപ്പോൾ പറയാണ്, നീ പഴയ നിയമം വിട്, അത് പുതിയ നിയമത്തിനുള്ള ഒരു പ്രൊമോ മാത്രമായിരുന്നു എന്ന്. മനസ്സിലായോ? പ്രൊമോ ആയിരുന്നു പഴയ നിയമം എന്ന്. അപ്പം ഞാൻ തിരിച്ചു ചോദിച്ചു, പുതിയ നിയമം വന്നെന്ന് കരുതി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാകോ? അപ്പം പറഞ്ഞ 10 കൽപ്പനയ്ക്ക് മാറ്റം സംഭവിക്കുമോ? തന്ത മാറുമോ? പഴയ തന്ത തന്നെയല്ലേ? അപ്പോൾ യഥാർത്ഥ അപ്പൻ്റെ പേര് പോലും അറിയാത്ത ക്രിസ്ത്യാനി യേശുവായുടെ മക്കളാണെന്ന് നിങ്ങൾ വാദിച്ചിട്ട് ആ പേര് നിങ്ങൾക്കറിയില്ല. നിങ്ങൾ ക്രിസ്തു എന്നും യേശു എന്നും പേരിട്ട് നിങ്ങൾ ആരാധിക്കുന്നത് ആ ബൈബിളിലുള്ള യേശുവ എന്ന ദൈവത്തെയാണെന്ന് വിചാരിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് സാത്താനെ ആരാധിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് കാര്യമുണ്ട്? ഈ തമിഴന്മാരൊക്കെ കല്ല് ഒക്കെ എടുത്തു വെച്ച് അതുമ്മ മാലയിട്ട് പൂജിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അതൊക്കെ കണ്ട് ക്രിസ്ത്യാനി എപ്പോഴും ചിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ കല്ലിനെ ആരാധിക്കുന്നു, മൃഗത്തെ ആരാധിക്കുന്നു, പാമ്പിനെ ആരാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. പക്ഷെ നീ നീ ആരാധിക്കുന്ന ആ വിഗ്രഹവും കല്ല് തന്നെയല്ലേ, അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് അല്ലേ? ആ കല്ലിൽ ദൈവമുണ്ട് എന്ന് നീ ചിന്തിച്ചാൽ അത് ദൈവമാകൂ? അതല്ലേ ശരിക്കും? അതും വിഗ്രഹാരാധന തന്നെയല്ലേ? ഇനി നീ പുതിയ നിയമത്തിൻ്റെ യേശുവായുടെ മക്കളാണ് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ, പഴയ നിയമത്തിലുണ്ടായിരുന്ന ദൈവം എവിടെയപ്പോൾ? ഇങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടല്ലേ നിങ്ങൾക്ക് 3 തന്ത വന്നത്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ ത്രിയേകമായി വന്നത് ക്രിസ്ത്യാനിക്ക് ഇങ്ങനെ ചിന്തിച്ചത് കൊണ്ടല്ലേ? പുതിയ നിയമത്തിൽ വന്ന യേശുവായുടെ മക്കളാണ് ഞങ്ങളെന്ന് ചിന്തിച്ചത് കൊണ്ടല്ലേ? പക്ഷേ ഞങ്ങൾക്ക് ഒരപ്പനേ ഉള്ളൂ. ആ അപ്പൻ തന്നെയാണ് ഭൂമിയിൽ യേശുവ എന്ന യഹൂദനായി വന്നത് എന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്കെങ്ങനെ പഴയ നിയമം മാറ്റിക്കളയാൻ തോന്നും? പഴയ നിയമത്തിൽ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിൽ വന്നതെന്ന് മനസ്സിലാക്കിയ ക്രിസ്ത്യാനികളുണ്ട്. അങ്ങനെയെങ്കിൽ പഴയ നിയമം മാറ്റിക്കളയാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു ക്രിസ്ത്യാനിക്ക് എങ്ങനെ സാധിക്കും? പിന്നെ ഒരു കാര്യം നിങ്ങൾക്കറിയോ, യേശുവ
പുതിയ നിയമത്തിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടതല്ല. യേശുവ പഴയ നിയമത്തിലും ഉണ്ടായിരുന്നു. അത് ബൈബിൾ മൊത്തം വായിക്കാതിരിക്കാൻ വേണ്ടി, തോറയിലാണ് ദൈവത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും ഇരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ വായിക്കാതിരിക്കാൻ വേണ്ടി സാത്താൻ പ്രവർത്തിച്ച് പുതിയ നിയമം വായിക്കുക എന്ന് പറയുന്നത് അത്യാവശ്യത്തിന് മാത്രമാണ്. പള്ളിയിൽ പഴയ നിയമം ചില ഭാഗങ്ങൾ മാത്രമേ അവരുടെ സാമ്പത്തിക ലാഭത്തിനോ എന്തെന്ന് വെച്ചാൽ അത് ചേർക്കുകയുള്ളൂ. ബാക്കിയൊക്കെ പുതിയ നിയമമായിരിക്കും നിങ്ങൾ പഠിപ്പിക്കുന്നതും വായിക്കുന്നതും ഉത്സാഹിപ്പിക്കുന്നതുമെല്ലാം. അപ്പോൾ ഈ പുതിയ നിയമത്തിലെ ദൈവമാണ് എൻ്റെ ദൈവം എന്ന് വിചാരിച്ചിരിക്കുന്ന ക്രിസ്ത്യാനി, ഈ പുതിയ നിയമത്തിലെ ദൈവം അതായത് യേശുവ പഴയ നിയമത്തിലും ഉണ്ടായിരുന്നു. ഉൽപ്പത്തിയിൽ ലോകസ്ഥാപനത്തിന് മുൻപേ യേശുവായും ഉണ്ടായിരുന്നു. ഞാനത് പലവട്ടം പല തെളിവ് സഹിതം വിവരിച്ചിട്ടുള്ളതാണ്. ഇന്ന് ഞാൻ വേറെ 2 തെളിവുകളും കൂടെ പറയാം. അത് യോഹന്നാൻ 8:58 യേശുവ തന്നെ പറയുകയാണ്, അബ്രാഹം ജനിച്ചതിന് മുൻപേ ഞാനുണ്ട്. അതായത് എന്നെ ഇനി അബ്രാഹം കാണും, എന്നെ കാണും. അത് അബ്രാഹം കാത്തിരിക്കുകയാണ് എന്ന് നിയമത്തിനോട് പറയുമ്പോൾ അതിലെ മർമ്മം നിങ്ങൾക്കറിയാമല്ലോ. യേശുവായുടെ ക്രൂശ് മരണത്തിന് ശേഷം യേശുവ പർദീസായിലേക്ക് അബ്രാഹം അങ്ങനെ മുൻപുണ്ടായിരുന്നവരെയൊക്കെ കൊണ്ടുപോയല്ലേ. അപ്പം അന്ന് കാണും. അപ്പം അത് ആ ഒരു സന്ദർഭം പറയുമ്പോഴാണ് യേശുവ പറയുന്നത് അബ്രാഹം ജനിക്കുന്നതിന് മുൻപേ ഞാനുണ്ട് എന്ന്. അപ്പോൾ യേശുവയുടെ വായിൽ നിന്ന് വാക്കുകളാണ്. അപ്പോൾ അന്ന് പഴയ നിയമത്തിലും യേശുവ ഉണ്ട്. അതുപോലെ അപ്പസ്തോലന്മാർ പറയുന്നുണ്ട് യേശുവ ആദ്യം മുതലേ ഉണ്ടായിരുന്നു. അതായത് പഴയ നിയമത്തിൻ്റെ തുടക്കം മുതൽ യേശുവ ഉണ്ട്. അതുപോലെ തന്നെ യേശുവായുടെ തന്നെ വാക്കുകളാണ് യോഹന്നാൻ 8:55 എൻ്റെ പിതാവിനെ നിങ്ങൾ നിങ്ങളുടെ ദൈവം എന്ന് വിളിക്കുന്നു എങ്കിലും നിങ്ങൾ അവിടുത്തെ അറിയുന്നില്ല, ഞാനോ അവിടുത്തെ അറിയുന്നു, മാത്രമല്ല അവിടുത്തെ വചനം പ്രമാണിക്കുകയും ചെയ്യുന്നു. ആ ഒരു വാക്കിന് വളരെ പ്രാധാന്യമുണ്ട്. ദൈവത്തിൻ്റെ വചനം പഴയ നിയമത്തിലെ അവിടുത്തെ വചനം പ്രമാണിക്കുകയും ചെയ്യുന്നു. ആര്? യേശുവ. അതിൻ്റെ അർത്ഥം എന്താ? പഴയ നിയമം അതേപോലെ തന്നെ യേശുവ ഫോളോ ചെയ്തിരുന്നു എന്നല്ലേ. യേശുവായെ നിങ്ങൾ മനുഷ്യനായി ജീവിച്ചപ്പോൾ ദൈവമായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ യേശുവ ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് മനുഷ്യനായിരുന്നു. അപ്പോൾ ആ മനുഷ്യനായിരുന്ന യേശുവ പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ എല്ലാ വചനങ്ങളും പ്രമാണിച്ച് ഒരു പക്ക യഹൂദനായിട്ടാണ് ജീവിച്ചിരുന്നത്. അതുകൊണ്ടാണ് പറയണത് അവിടുത്തെ വചനം ഞാൻ പ്രമാണിച്ച് ജീവിക്കുന്നു, പ്രമാണിക്കുകയും ചെയ്യുന്നു എന്ന്. അപ്പോൾ ഈ പഴയ പ്രമാണങ്ങൾ അല്ലെങ്കിൽ പഴയ നിയമങ്ങൾ വേണ്ട എന്നാണ് ദൈവം തീരുമാനിച്ചതെങ്കിൽ യേശുവ എന്തിന് എല്ലാ ന്യായപ്രമാണങ്ങളും അനുസരിച്ച് ജീവിച്ചു? കർത്താവ് എന്താ പറയുക? ഞാൻ ന്യായപ്രമാണം മാറ്റാൻ വന്നു എന്ന് നീ നിരൂപിക്കുക പോലും ചെയ്യരുത് എന്നാണ് യേശുവ പറഞ്ഞത്. ഞാൻ ന്യായപ്രമാണത്തിൻ്റെ പൂർത്തീകരണമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചിലർ പറയും അപ്പോഴല്ല ക്രൂശ് മരണത്തിന് ശേഷമാണ് ന്യായപ്രമാണമൊക്കെ മാറ്റിയേ എന്ന് വാദിക്കുന്നവരുണ്ടെങ്കിൽ, അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യേശുവ മരണശേഷം പ്രത്യക്ഷപ്പെട്ടപ്പോൾ അത് തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കാമായിരുന്നില്ലേ? ബൈബിളിൽ എവിടെയും അങ്ങനെ ഒരു സന്ദർഭത്തെ പറ്റി പറഞ്ഞിട്ടില്ല. അതായത് യഹൂദർ ആചരിച്ച് വന്നിരുന്ന എല്ലാ ഫീസ്റ്റുകളും ആചരിക്കുന്ന ശിഷ്യന്മാരെയാണ് യേശുവായുടെ മരണശേഷവും നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കാം. കൊല്ലാകൊല്ലം യഹൂദന്മാരുടെ പാപപരിഹാരത്തിന് ഒരു യാഗബലി നടക്കുക പതിവാണ്. അത് നിങ്ങൾക്കറിയാലോ ബൈബിളിൽ അല്ലേ. അപ്പോൾ ആ ന്യായപ്രമാണം മാറ്റി, ഇനി അത് വേണ്ട എന്നാണ് യേശുവ പറഞ്ഞത്. ഇനി അതിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ടാണ്? യേശുവായുടെ ക്രൂശ് മരണം വഴി എല്ലാ യഹൂദ മക്കൾക്കും പാപമോചനം കിട്ടിക്കഴിഞ്ഞു. ഇതാണ് യേശു അർത്ഥമാക്കിയത്. അല്ലാതെ ദൈവം പഠിപ്പിച്ച എല്ലാ ന്യായ പ്രമാണങ്ങളും ഇനി വേണ്ട എന്നല്ല. കണ്ണ് തുറക്ക് ക്രിസ്ത്യാനിയെ. 10 പ്രമാണത്തിന് മാറ്റമുണ്ടാകുമോ? അതിൽ 2-ാം കൽപ്പനയും 4-ാം കൽപ്പനയ്ക്കും മാറ്റമുണ്ടാകുമോ? ശബാത്ത് ആചരിക്കണം എന്ന്, ശനിയാഴ്ച ആചരിക്കണം എന്ന് വചനം പറയുമ്പോൾ
കർത്താവ് ഞായറാഴ്ചയാണ് ഉയർത്തെഴുന്നേറ്റ്. അതുകൊണ്ട് ആ ദിവസം തന്നെ മാറ്റി ഞായറാഴ്ച ആചരിക്കുന്ന നിന്നെ പഠിപ്പിച്ച പുരോഹിതൻ കർത്താവ് എഴുതി വെച്ച കൽപ്പലക, സ്വന്തം കൈപ്പടയിൽ എഴുതി വെച്ച കൽപ്പലകയാണ് മാറ്റി കുറിച്ചത്, അറിയോ? അപ്പം അതിൽ സാത്താൻ്റെ കളിയില്ലേ? സൺഡേ സൂര്യനെ ആരാധിക്കുന്നത്. നീ ഒന്ന് ചിന്തിക്ക്. അപ്പൻ മോനായി വന്നപ്പോൾ നിയമം മാറിപ്പോകുമോ? ശബാത്ത് ആചരിക്കണം, ശനിയാഴ്ച ആചരിക്കണം. അത് സൺഡേ അല്ല, ശനിയാഴ്ച തന്നെയാണ് ആചരിക്കേണ്ടത്. സഭ എന്ത് പഠിപ്പിക്കുന്നു? ദിവസത്തിനൊന്നും എന്നോട് ഞാനൊരു ദിവസം ഒരു പാസ്റ്ററായിട്ട് തർക്കിച്ചപ്പോൾ ആ പാസ്റ്റർ എന്നോട് ചോദിക്കുക, ദിവസത്തിനൊക്കെ എന്നിട്ട് ഇപ്പോൾ ഇത്ര പ്രാധാന്യം ശനിയാഴ്ച എന്നുള്ളത്, ഇപ്പോൾ ഞായറാഴ്ചയിൽ ഇപ്പോൾ എന്താ ഏതെങ്കിലും ഒരു ദിവസം റെസ്റ്റ് എടുത്താൽ മതിയില്ലേന്ന് ചേപ്പൊക്കെ അടിക്കാണ് എനിക്ക് തോന്നിയത്. ആ കള്ള പന്നിയുടെ, അറിയോ? അപ്പോൾ ബൈബിളിൽ ദിവസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരൊറ്റ ദിവസമേ ഉള്ളൂ, ഈ ശനിയാഴ്ച. ബാക്കിയെല്ലാം ഇപ്പം നമ്മൾ യോം കിപ്പൂറും കാഹള പെരുന്നാളൊക്കെ ആഘോഷിച്ചില്ല. അതൊക്കെ എന്താണ്? മാസങ്ങളുടെ തിശ്രേ മാസം 1-ാം തീയതി അങ്ങനെയായിരുന്നു അല്ലേ? പക്ഷെ ബൈബിളിൽ ഒരു ദിവസത്തിന് മാത്രമേ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ, അത് ശനിയാഴ്ചയാണ്. 4-ാമത്തെ കൽപ്പന, ശനിയാഴ്ച നീ ആചരിക്കണം. ഹീബ്രുവിൽ ശബാത്ത് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ശനിയാഴ്ചയാണല്ലേ. ആ ഒരു ദിവസത്തെ മാറ്റി ഏതെങ്കിലും ദിവസം ആചരിച്ചാൽ മതി എന്ന് പറയുന്ന ആ ഒരു ചിന്ത വന്നത് സാത്താനിൽ നിന്നാണെന്ന് മനസ്സിലാക്കാനായിട്ട് എന്തുകൊണ്ടാണ് ഈ പൊട്ട ക്രിസ്ത്യാനികൾക്ക് മനസ്സിലാവാത്തതെന്ന് എനിക്കറിയുന്നില്ല. എത്ര പറഞ്ഞാലും ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൻ ഉണ്ടാക്കിയ നിയമം അപ്പൻ തന്നെ മോനായി വന്നപ്പോൾ മാറ്റി പറയോ? അത് മനുഷ്യരുടെ കാര്യമല്ലേ വാക്ക് മാറ്റുക എന്നുള്ളത്. ദൈവം വാക്ക് മാറ്റുമോ? അപ്പൻ തന്നെയല്ലേ മോൻ. പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിൻ്റെ ചിന്തയിൽ ലോകസ്ഥാപനത്തിന് മുൻപേ നീ നരകത്തിലോട്ട് പോകുന്നത് കണ്ട്, സാത്താൻ നിന്നെ വഴിതെറ്റിക്കുന്നത് കണ്ട്, അറിവിലുണ്ടായിരുന്ന നിന്നെ രക്ഷിക്കാൻ ഇസ്രായേലിനെ ഹിതമാക്കി കൊണ്ടുവന്ന് യേശുവായി വരാൻ ദൈവം പദ്ധതിയിട്ടു. ഇതാണ് ആ മർമ്മം. ഞാൻ ഇതിനെക്കുറിച്ച് മുൻപ് കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ. ദൈവത്തിൻ്റെ ചിന്തയിലാണ് നീ ആദ്യം ജനിച്ചത്. അപ്പോൾ ഈ സാത്താൻ സർപ്പത്തിൻ്റെ രൂപത്തിൽ വന്ന് ഹവ്വായെ വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്നതും കയ്യിനെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നതും എല്ലാം മുന്നമേ ദൈവം കണ്ടു. കൂട്ടത്തോടു കൂടി താനുണ്ടാക്കിയ ആ മക്കള് നരകത്തിലേക്ക് പോകുന്നത് കണ്ട് ദൈവം ആണ് അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കിയത്, ചിന്തയിൽ ഉണ്ടാക്കി. അപ്പം അറിവിൽ നീ ആദ്യം ജനിച്ചു ദൈവത്തിൻ്റെ, നീയാണ് അറിവ്. അപ്പം നീ നരകത്തിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കിയ ദൈവം നിന്നെ രക്ഷിക്കാനായിട്ട് ഒരു പദ്ധതിയിട്ടു. അതാണ് യേശുവ. ഇനി യേശുവായെ ജനിപ്പിക്കാനായിട്ട് ഇസ്രായേൽ ജനതയെ തന്നെ ഉണ്ടാക്കി ഹിതമായിട്ട്. അപ്പോൾ ലോകസ്ഥാപനത്തിന് മുൻപ് ആരുണ്ട്? യേശുവായുണ്ട്. അതാണ് എൻ്റെ വിഷയം. അതാണ് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ യേശുവായുടെ മക്കളാണെന്ന് അഭിമാനപൂർവ്വം പറയുന്ന ക്രിസ്ത്യാനി, യേശുവ ആരാ? ദൈവം തന്നെയാണെന്ന് പ്രൂവ് ചെയ്യുകയാണ് ഞാൻ. അതായത് ലോകസ്ഥാപനത്തിന് മുൻപേ യേശുവായുണ്ട്. പഴയ നിയമത്തിലും യേശുവായുണ്ട്. അപ്പോൾ യേശുവായെ സ്വീകരിക്കുന്ന ആള് പഴയ നിയമവും സ്വീകരിക്കണം. പഴയ നിയമം തള്ളിക്കളഞ്ഞ് അത് അടർത്തി മാറ്റിയ ഒരു യേശുവ ഇല്ല എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇനിയുമുണ്ട് തെളിവുകൾ. യോഹന്നാൻ 1:14, വചനം മാംസമായി ഭൂമിയിൽ അവതരിച്ചു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ വചനമാണ് ജഡമായത്. യേശുവായുടെ ആണ് പറയുന്നത്, യേശുവായെക്കുറിച്ച്. അപ്പോൾ വചനമാണ് ജഡമായത്. ഏത് വചനം? ഉൽപ്പത്തി 3:15 നിന്റെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും എന്ന വചനമാണ് നിവൃത്തിയായത്. അതായത് ഉൽപ്പത്തിയിൽ ഹവ്വായോട് ദൈവം പറഞ്ഞു, സാത്താൻ്റെ തല തകർക്കാൻ നിനക്കൊരു സന്തതി വരും. ആ വചനമാണ് ജഡമായത്, യേശുവായത്. അപ്പോൾ വചനമാണ് മാംസമായി വന്നത്, യേശുവായത് എന്നത് വ്യക്തം അല്ലേ? അപ്പോൾ ഈ വചനം അതാദ്യമേ ഉണ്ടായിരുന്നു എന്ന് എങ്ങനെ മനസ്സിലാക്കാം? യോഹന്നാൻ്റെ സുവിശേഷം തുടങ്ങുന്നത് തന്നെ 1:1 എന്തായിരുന്നു? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു.
യേശുവ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. സകലവും യേശുവ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും യേശുവായെ കൂടാതെ ഉളവായതല്ല. യേശുവായിൽ ജീവനുണ്ടായിരുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഇതാണ് അവിടെ പറയുന്ന വചനം. അവിടെ അവൻ എന്ന് പറയുന്നത് യേശുവായെ കുറിച്ചാണ്. നമ്മൾ ദൈവത്തെ അവൻ എന്നോ നീ എന്നോ ഉച്ചരിക്കാൻ പാടില്ല. അപ്പോൾ അത് മാറ്റി വേണം നമ്മൾ ബൈബിൾ വായിക്കാൻ. മനസ്സിലായോ? അപ്പോൾ എന്താണ് ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ആദിയിൽ യേശുവ ഉണ്ടായിരുന്നു. ആ യേശുവയാണ് എന്ത് വചനം മാംസമായിട്ട് നമ്മുടെ ഇടയിൽ യഹൂദനായിട്ട് പിറന്നത്. അപ്പോൾ ആദിയിൽ വചനം ദൈവമായിരുന്നു, വ്യക്തമായിട്ട് പറയാം. അപ്പോൾ യേശുവ ദൈവമായിരുന്നു. ഇനി വചനം ദൈവത്തോട് കൂടെയായിരുന്നു, അതായത് യേശുവ ദൈവത്തോട് കൂടെയായിരുന്നു. ഇനി ഈ ഭൂമി മൊത്തം ഉളവായത് വചനത്തിൽ നിന്നാണ്. അതായത് ഈ ഭൂമി മൊത്തം ഉളവായത് യേശുവായിൽ നിന്നാണ്, ദൈവത്തിൽ നിന്നാണ്. ഇനി യേശുവായെ കൂടാതെ, വചനം കൂടാതെ, ദൈവം കൂടാതെ ഒന്നുമുണ്ടാകില്ല. ജീവൻ ഉണ്ടായതും ദൈവമുഖാന്തരം, യേശുവ മുഖാന്തരം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇത്രയും തെളിവുകൾ കേട്ടിട്ടും ക്രിസ്ത്യാനിക്ക് മനസ്സിലായില്ലേ യേശുവ തന്നെയാണ് പഴയ നിയമത്തിലെ ദൈവം എന്ന്? ഇത്രയും തെളിവുകൾ മതിയില്ലേ മനസ്സിലാക്കാനായിട്ട്? അപ്പോൾ മാത്രമല്ല, പഴയ പാതകളെ തിരഞ്ഞ് ആ വഴിയിലൂടെ നടന്നാലേ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ എന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി കാണുമെന്ന് ചിന്തയൊന്നുമില്ല, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. എങ്കിലും ഇടയൻ്റെ സൗണ്ട് കേട്ട് ഏതെങ്കിലും ഒരു ആടിന് തിരിഞ്ഞു വരാൻ തോന്നട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. സത്യം അന്വേഷിക്കുന്ന, ദൈവത്തെ അന്വേഷിക്കുന്ന ഏതെങ്കിലും ക്രിസ്ത്യാനി ഉണ്ട് എങ്കിൽ തിരിഞ്ഞു വരട്ടെ എന്ന് ചിന്തിച്ചിട്ടാണ് ഞാനിതൊക്കെ പറയുന്നത് തന്നെ. അപ്പോൾ നീ കാട്ടൊലിവായ നാട്ടൊലിവായ യഹൂദനോടൊപ്പം ചേർന്ന് ദൈവം പറഞ്ഞിട്ടുള്ള ഫീസ്റ്റുകൾ ആചരിക്കണം. അല്ലാതെ ലോകം പറഞ്ഞിട്ടുള്ള ദിവസം ലോകം പറഞ്ഞിട്ടുള്ള ഫീസ്റ്റുകളല്ല ആചരിക്കേണ്ടത്. ലോകത്തിൻ്റെ അധികാരി അവനാണ്, സാത്താൻ. സാത്താൻ്റെ വഴിയെ ഒരു വലിയ ജനത നരകത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ അതിൽ തിരിഞ്ഞു നിൽക്കുക എന്നത് ടാസ്ക്കാണ്. ഞങ്ങളെല്ലാം അതുപോലെയാണ്, ടാസ്കിലാണ് ജീവിക്കുന്നത്. കളകളുടെ ഇടയിലെ നല്ല കതിരുകളെ ദൈവം വേർപെടുത്തും. കളകളുടെ കൂടെ പോകാതെ കതിരായിട്ട് തിരിഞ്ഞു നിൽക്കണം, അതിനുള്ള ധൈര്യം കാണിക്കണം. നിന്റെ ചുറ്റുമുള്ള കളകളെ മാറ്റിയാലേ കതിരായ നിന്നെ ദൈവത്തിന് കാണാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ കളകളുടെ കൂടെ നടന്നാൽ നീയും കളകളെ പോലെ തന്നെ വെട്ടിമാറ്റി തീയിലെറിയപ്പെടും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ശബാത്ത് എന്നത് നിത്യനിയമമാണ്, അതിന് ഒരു മാറ്റവുമില്ല. കണ്ണ് തുറക്കു ക്രിസ്ത്യാനിയെ, അത് ശനിയാഴ്ചയാണ്, ഞായറാഴ്ചയല്ല. ശബാത്ത് നിങ്ങളുടെ ദൈവവുമായുള്ള അടയാളമാണ്. ഓരോ പ്രാവശ്യം ശബാത്ത് ആചരിക്കുമ്പോഴും കിദ്ദൂഷ് ചെയ്യുമ്പോഴും നിങ്ങളുടെ ഹൃദയം തുടിക്കുകയാണ്. എന്ത് പറഞ്ഞിട്ട്? ഞങ്ങളുടെ അപ്പൻ ഇസ്രായേലിൻ്റെ ദൈവമാണ്, യഹൂദൻ്റെ ദൈവമാണ്. അഭിമാനപൂർവം മക്കൾ പറയാണ് ഞങ്ങൾ അടയാളമാണ്. അപ്പനും ഞാനും തമ്മിലുള്ള ആ പൊക്കിൾ കൂടി ബന്ധം അടയാളമാണ് ശബാത്ത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞായറാഴ്ച പള്ളിയിൽ പോയി ആരാധിക്കുന്ന ക്രിസ്ത്യാനിയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ അപ്പൻ സൂര്യദേവനാണ്, 666 ആണ്, സാത്താനാണ്, ഞാൻ അതുകൊണ്ടാണ് അവിടെ പോയി കുമ്പിടുന്നതെന്ന്. അപ്പോൾ ചിന്തിക്ക്, ഏതാണ് വചനം പറയുന്നതാണോ സത്യം, ദൈവം പറയുന്നതാണോ സത്യം, അതോ സഭ പറയുന്നതോ പുരോഹിതൻ പറയുന്നതാണോ? ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ വിചാരിക്കും സഭ പറയുന്നത് ദൈവം പറയുന്നത് തന്നെയല്ലേ, പുരോഹിതൻ പറയുന്നത് ബൈബിളിലുള്ള കാര്യം തന്നെയല്ലേ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അത് രണ്ടും ഡിഫറെൻ്റ് ആണ്. നിങ്ങളതിന് വചനമെടുത്ത് വായിച്ചു നോക്ക്, അപ്പോഴേ അറിയുള്ളൂ. ആ ഡിഫറൻസ് അത് കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ തിരികെ നടന്നത്. തിരിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ പുരോഹിതൻ ബബ്ബ അടിക്കുന്ന കണ്ടപ്പോഴാണ് സംശയം വന്നത്. പിന്നീട് ബൈബിൾ വായിക്കും തോറും ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിലൂടെ റീനാമയിലൂടെ ഞങ്ങൾക്ക് കുറേ സത്യങ്ങൾ മനസ്സിലാക്കി തന്നപ്പോഴാണ് ഞങ്ങൾ നടന്ന വഴികൾ തെറ്റായിപ്പോയി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അല്ലാതെ വെള്ളം തൊടാതെ പുരോഹിതൻ പറയുന്നതൊക്കെ വിഴുങ്ങിക്കൊണ്ട് എല്ലാ സൺഡേയും പോയി സൂര്യദേവനെ ആരാധിച്ചിട്ട്
ആ പള്ളിയിലേക്കൊക്കെ പോകുമ്പോഴുണ്ടല്ല, പള്ളി പോവാത്ത ഞങ്ങളെയൊക്കെ ഉമ്മറത്തിരിക്കണമെങ്കിൽ നോക്കി ഈ സത്യക്രിസ്ത്യാനികളുടെ ഒരു പരിഹാസമുണ്ട്, ഒരു ചിരിയുണ്ട്. ഇതിപ്പോൾ ഒക്ടോബർ മാസമാണല്ലോ, കൊന്തമാസം നിങ്ങളുടെ. അപ്പോൾ മാതാവിൻ്റെ പ്രതിമ ഉണ്ടാക്കി, പ്രതിമയ്ക്ക് നടന്നു പോകാൻ പറ്റില്ല, അപ്പോൾ നിങ്ങൾ ഏറ്റിക്കൊണ്ട് പോകും. എല്ലാ ദിവസവും ഓരോരോ ഡ്രസ്സ് മാറ്റി മാറ്റി ധരിപ്പിച്ച്, സാരി ചുരിദാർ എന്താണ് അവ ഇടിപ്പിക്കാതെ, പ്രതിമയാണല്ലോ, കാലിൽ കിടത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചുരിദാറും ജീൻസും ഒന്നല്ല, പിന്നെ പണ്ടത്തെയാണല്ലോ. അപ്പോൾ സാരി ഒക്കെ ഉടുപ്പിച്ച് അതിനെയൊക്കെ ശുശ്രൂഷിച്ച് അതിനെ മാലയിട്ട് അതിനെ വെറുതെ. അപ്പോൾ ആ വെറും ഒരു എത്ര വിദ്യാസമ്പന്നരാണെന്ന് ഓർക്കണം. വലിയ വലിയ ഈ അച്ഛന്മാരും സിസ്റ്റേഴ്സൊക്കെ അതിൽ എത്ര വർഷം അവർ പഠിക്കണേ, എത്ര പ്രിൻസിപ്പൽസ്, ലോയേഴ്സ്, ഡോക്ടേഴ്സ് ഒക്കെ ഇത്രയൊക്കെ ലോകത്തിൻ്റെ പഠിപ്പുണ്ടായിട്ടും ഈ കുമ്പിട്ട് നിൽക്കുന്നത് വെറും ഒരു കല്ലാണ് എന്ന് എന്താ മനസ്സിലാക്കാത്തതെന്ന് എനിക്കറിയില്ല. ജീവനുള്ള ദൈവമാണ് നിങ്ങളുടെ ദൈവമെങ്കിൽ ദൈവം അരൂപിയാണ്. അത് അരൂപിയായ ദൈവത്തെ, സർവശക്തനായ ദൈവത്തിനെ ഒരു വസ്തുവിന്മേൽ കൂട്ടിക്കെട്ടാൻ പറ്റില്ല. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള വിളി തന്നെ വേണം. ദൈവമാണ് നമ്മളെ വിളിക്കേണ്ടത്, നമ്മളല്ല. ഞങ്ങളുടെ ദൈവം അങ്ങനെ വിളിച്ചവരുടെ ഫലമായിട്ടാണ് നിങ്ങൾ ക്രിസ്ത്യാനികൾ പ്രതിമയുടെ പിന്നാലെ പോയത്. ദൈവമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ആ സമയത്ത് തിരിച്ചറിഞ്ഞ് നിങ്ങൾ തിരിച്ചു വന്നേനെ. അപ്പോൾ ഞാൻ നിർത്താണ്. അപ്പോൾ എല്ലാവർക്കും ശബാത്ത് ശലോം. ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ഹീബ്രു വേർഡ് വചനം എന്നതാണ്. ദവാർ, DAVAR, ദവാർ, വചനം. അപ്പോൾ എന്നെ ഇതുവരെ കേട്ട എല്ലാവർക്കും തോദാ റബ്ബ, തോദാ അബ്ജി.